ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ദിനാശംസകൾ. അങ്ങനെ ശിവേട്ടനും രാജീവനും ഹോസ്പിറ്റലിൽ വന്ന് ഗോവർദ്ധനനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം, ഞങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ തന്നെ ഉണ്ട്, റൂം നമ്പറൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ എന്താവശ്യം? ഇടയ്ക്കിടയ്ക്ക് ബില്ലടയ്ക്കണം, അതിന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ വേണ്ടേ എന്ന് ഗോവർദ്ധൻ പറഞ്ഞു. പിന്നെ അത് തൻ്റെ അക്കൗണ്ട് അല്ലല്ലോ പിന്നെന്താ എന്ന് ചോദിച്ചതും നേരെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ. ബാലചന്ദ്രൻ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഗോവർദ്ധന് എന്നറിയാവുന്ന രാജീവൻ വെറുതെ എന്തിനായിട്ടാ അവനെ ചൊറിയുന്നത്, നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുലോചനയും മനുവും കൂടി സംസാരിക്കുന്നതാണ്. മനു പറയുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സത്യം എന്ന്. അന്നേരം സുലോചന പറയുന്നുണ്ട്, ഏട്ടന്റെ മനസ്സിൽ എക്കാലവും ഒരേ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അത് വൈജയന്തിയാണ് എന്ന്. ബാലചന്ദ്രൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അലീനയോട് വൈജയന്തിക്ക് ഒരു സഹായം കൂടിയേ തീരൂ, ആരെങ്കിലും നന്നായി നോക്കണം എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് അത് പൂർണ്ണ സമ്മതമാണ്. സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണല്ലോ. നേരത്തെ തന്നെ അലീന പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുമെന്ന്. കൂട്ടത്തിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ അലീനയെ അടുപ്പിക്കുമോ എന്ന് അറിയില്ല എന്ന്. ഏതായാലും ബാലചന്ദ്രനും അലീനയെ കൂട്ടി ഹോസ്പിറ്റലിൽ വരുമ്പോൾ രാജീവനും ശിവേട്ടനും അവിടെ ഇരിപ്പുണ്ട്. അത് കണ്ടതും രാജീവൻ പറയുന്നുണ്ട്, വൈജയെ നോക്കാൻ ഇവളെ അടിച്ചു ഓടിക്കണം, ഹോസ്പിറ്റൽ ഏതായാലും തറവാട് സ്വത്തൊന്നുമല്ലല്ലോ എന്ന്. അലീന പതുക്കെ ICUവിൽ കയറി വൈജയെ കാണുന്നുണ്ട്. അന്നേരം നഴ്സ് ചോദിക്കുന്നു, പേഷ്യന്റിന്റെ മൂത്ത മകളാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അലീന അതേ എന്ന് തലയാട്ടുന്നു. മിണ്ടാൻ വയ്യെങ്കിലും അലീനയെ നോക്കുന്നുണ്ട് വൈജയന്തി. ഒരു കണ്ണേ ഉള്ളൂ, മറ്റേ കണ്ണ് മൂടിയിരിക്കുകയാണ്. ആ ഒരു കണ്ണിൽ തന്നെയുണ്ട് ദേഷ്യവും അമർഷവും, അവളോടുള്ള സകലതും. ഇതൊന്നും കണക്കാക്കാതെ അലീന പതുക്കെ വൈജയന്തിയുടെ വിരലുകളിൽ പിടിച്ച് പറയുന്നുണ്ട്, ഞാനുണ്ട് ഇവിടെ, നന്നായി നോക്കിക്കോളാം എന്ന്. വൈജയന്തിക്ക് മിണ്ടാനും വയ്യ, ദേഷ്യം പ്രകടിപ്പിക്കാനും വയ്യ. അനങ്ങാതെ കിടക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിപ്പിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ.